എൽ ഡി എഫ് യു ഡി എഫ്, എൽ ഡി എഫ് യു ഡി എഫ്, യു ഡി എഫ് എൽ ഡി എഫ്, കോൺഗ്രസ് സി പി എം, സി പി എം കോൺഗ്രസ്, ഇങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലം മാത്രമേ 70-കൾ 80-കൾ 90-കൾ വരെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ സി പി എം വളർന്ന് വന്നപ്പോൾ അത് പിളരാൻ തുടങ്ങി. കേരള കോൺഗ്രസ് പോലെ സി എം പി ഉണ്ടായി, ആർ എം പി ഉണ്ടായി, നൂറുകണക്കിന് പാർട്ടി അതിനകത്തുണ്ടായി. അപ്പോൾ അതിലേക്ക് ആളുകൾ പോയി തുടങ്ങി. സി പി ജോണൊക്കെ പോയി, കെ കെ രമ പോയി, പലരും അതിലേക്ക് പോയി തുടങ്ങി. ആർ എസ് പി പല കഷ്ണങ്ങളായി, ആർ എസ് പി ഒന്നിച്ച് വന്നു, പക്ഷേ പല കഷ്ണങ്ങളായി, അതിലും ആളുകൾ പോയി തുടങ്ങി. അങ്ങനെ നിന്നിടത്താണ് ബി ജെ പി വന്നത്. ബി ജെ പി വന്നു എന്ന് മാത്രമല്ല, അവർ ഒരു മുന്നണിയായി വന്നു. ഇപ്പോൾ 2020, BDJS, അങ്ങനെ നിരവധി പാർട്ടികൾ, 7-8 പാർട്ടികൾ അവരുടെ കൂടെയുണ്ട്. നാടാർമകാ സംഘം, അങ്ങനെ 8-10 പാർട്ടികൾ അവരുടെ കൂടെയുണ്ട്, മറ്റ് മുന്നണികൾ പോലെ. ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുന്തിയ നേതാക്കൾക്കും വലിയ നേതാക്കൾക്കുൾപ്പെടെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നു. 2 അല്ല 3 ഓപ്ഷൻ. നേരത്തെ 2 ഓപ്ഷൻ, ഒരേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ഓപ്ഷനുണ്ട്. 3 പാർട്ടി, 3 സംവിധാനം, 2 ഓപ്ഷനുണ്ട്. നേരത്തെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. നിൽക്കുന്നിടത്തുനിന്ന് നേരെ ഓപ്പോസിറ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ നിൽക്കുന്നവരുടെ കൂടെയുള്ള ഘടകകക്ഷിയിലേക്ക് മാറുക, ഇത്രയുള്ള ഓപ്ഷൻ. ഇപ്പോൾ 3-മതൊരു ഓപ്ഷൻ കൂടെ വന്നിരിക്കുന്നു, BJP എന്നൊരു ഓപ്ഷൻ. ആ ഓപ്ഷനിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി പങ്കെടുത്തിരിക്കുന്ന ഒരു വനിതയാണ്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള വലിയ നേതാവും കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെ ഞെട്ടിച്ച, വിസ്മയമുണ്ടാക്കിയ മത്സരം കാഴ്ചവെച്ച രശ്മി എന്ന വനിത. കഴിഞ്ഞ പ്രാവശ്യം അവർ ജില്ലാ പഞ്ചായത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അവർ വലിയ ജനപിന്തുണയുള്ള നേതാവാണ്. അവർ അവിടെ കൊട്ടാരക്കരയിൽ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ BJP ചേർന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോൺഗ്രസിൽ നിന്ന് പോയി BJP ചേർന്നു. ഇതിനിടയിൽ അവിടെ സംഭവിച്ചത്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, എല്ലാം നമ്മുടെ പാർട്ടി കേട്ടോ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഐഷ പോറ്റി മേഡം എങ്ങോട്ട് പോയി? കോൺഗ്രസ്സിലേക്ക് പോയി. അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് ലക്ഷ്മി എങ്ങോട്ട് പോയി? BJP പോയി. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വേറൊരെണ്ണം ഉടുപ്പടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതാരാ? അഖിൽ മാരാർ, കോട്ടാത്തലക്കാരനാണ്. ഈ പുത്തൂരോട്ട് ശാസ്താംകോട്ടയ്ക്ക് പോകുന്ന, കൊട്ടാരക്കരയിൽ നിന്ന് ശാസ്താംകോട്ടയ്ക്ക് പോകുന്ന, പുത്തൂരൊക്കെ പോകുന്ന കോട്ടാത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വലിയ അമ്പലമൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ അഖിൽ മാരാരുടെ സ്ഥലം. അയാൾ എന്ത് ചെയ്തു? കോൺഗ്രസിനകത്തേക്ക്, കോൺഗ്രസിനെ ഒപ്പിക്കാൻ വേണ്ടി പിണറായി എത്രയൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാരനായി നിന്നു. രമേശ് ചെന്നിത്തലയുടെയൊക്കെ ഒരു ഗുഡ് ബുക്കിലൊക്കെ കയറി നിന്നു. കൊട്ടാരക്കര ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിന്നത്. അപ്പോഴിതാ കിടക്കുന്നു, കൊട്ടാരക്കര രശ്മി വന്നു. ആദ്യം ഐഷ പോറ്റി വന്നു. അപ്പോൾ ഒരു കാരണവശാലും കോൺഗ്രസ് കിട്ടൂല സീറ്റ്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് മാറി അരസംഖ്യയായി. അയാളോട് ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ സംഖ്യയാണോ? അല്ല, ഞാൻ അരസംഖ്യയാണ്, അതുകൊണ്ടാണ് 2020 ചേർന്നത്, ഫുൾ സംഖ്യ ആകുമ്പോൾ BJP ചേരാമെന്ന് പറഞ്ഞു. അദ്ദേഹവുമുണ്ട്, രശ്മിയുമുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊട്ടാരക്കരയിൽ രശ്മിയാണോ അഖിൽ മാരാറാണോ? ത്രാസിൻ്റെ തൂക്കം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് രശ്മിക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ CPM-ന്, ഐഷ പോറ്റി കോൺഗ്രസ്സിന്, രശ്മി BJP-ക്ക്. നല്ല ഒന്നാം തരം മത്സരമായിരിക്കും നടക്കുന്നത്. 3 പേരും പയറ്റി തെളിഞ്ഞ രാജാക്കന്മാരും രാജ്ഞിമാരുമാണ്.